നമ്മുടെ കേമി ഇവിടെ എന്താടി ഇപ്പൊ നിന്റെ ബോധക്കിടക്ക് പോയാ? നേരത്തെ നിന്റെ റോള് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒന്ന് റീവൈൻഡ് ചെയ്തേ കേട്ടാ. നിന്റെ വായിന്ന് വന്ന നുരയും പതയും കൈകാലിട്ട് അടിച്ചതൊക്കെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ. കാണിക്കടി കാണിക്കടി. മോളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലും കള്ളത്തോടെ ഒപ്പിക്കുന്നു. ആ അപ്പം മോള് വിശ്വസിച്ചില്ല എന്നെ. ഇത് മോശമായി പോയി വീണ. ഇവിടെയുള്ളവർക്ക് മനുഷ്യത്തുള്ളത് കൊണ്ട് നിന്നെ ഈ അവസ്ഥയിൽ കണ്ട പ്രതികരിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മുതലെടുക്കാൻ തോന്നുന്നുണ്ടല്ലോ നിനക്ക്. മക്കൾ ഇപ്പൊ ഈ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിലോ? ഇന്നും നാളെയൊക്കെ മരണത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു പറഞ്ഞ ഇവിടെ നമ്മളെയൊക്കെ മുൾമുനയെ നിർത്തുമായിരുന്നില്ലേ? എടി എങ്ങനെയാടി ഇത്രയും അന്തസ്സില്ലായ്മ ഉണ്ടാവുന്നത്? എവിടെന്നാ നിനക്ക് ഈ ചീഞ്ഞ ബുദ്ധിയൊക്കെ കിട്ടുന്നത്? ഓ, നീ പിന്നെ അഭിനയിക്കാൻ അറിയാവുന്ന ആളാണല്ലോ. എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കുമല്ലോ. ആരെ വേണമെങ്കിലും വിശ്വസിപ്പിക്കാൻ. എന്തായാലും കൊള്ളാം. കുട്ടികളെ നിങ്ങളെ ഞാനിപ്പോ സമ്മതിച്ചു തരാം. നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം ഇവിടെ മുടക്കാൻ നോക്കിയത്. എന്തായാലും ഇവിടെ പ്ലാൻ നിങ്ങളങ്ങ് മുടക്കിയല്ലോ. എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്ന ജീവൻ പോലും രക്ഷപ്പെട്ടു കാണും. ഇനി എന്തായാലും രജിസ്ട്രേഷൻ നടക്കും. ഇനി എന്ത് പറഞ്ഞിട്ടാ എനിക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും? ഞാനങ്ങനെ ചെയ്താൽ ആരാണ് സഹിക്കുക? എല്ലാം അവസാനിപ്പിക്കാന്ന് നിത്യയ്ക്കൊരു വാക്ക് കൊടുക്കാൻ പോലും ആവുന്നില്ലല്ലോ. അതിനും തോറ്റുപോകുവാണല്ലോ. ടീച്ചറമ്മേ, അച്ഛാ, വാ നമുക്ക് പോവാം. ഒന്ന് വേഗം വാ. ഹരി, അല്പം പതുക്കെ പോയാൽ മതി. അതെന്താ, രജിസ്റ്റർ ഓഫീസിൽ സമയത്തിനെത്തണ്ടേ? അതോ എത്തിക്ക് താല്പര്യമില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. ഈ വഴിവക്കിലൊക്കെ ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും. അതിനൊന്നും താൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. നിത്യാമേ, കല്യാണം കഴിഞ്ഞ് നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോരും. പാർട്ടി ഇല്ലേ? ആ പാർട്ടി വേണം, പാർട്ടി വേണം. അച്ഛാ, ഞാനൊരു ഹോട്ടലിൽ പറയാം, നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഇപ്പൊ കൈവിട്ട് പോയാ എന്നേക്കുമായി കൈവിട്ട് പോകും. വണ്ടി ഒന്ന് നിർത്തിയേ, ഛർദിക്കാൻ വരുന്നു എനിക്ക്.
என்னம்மா ஒரு மாதிரி இருக்கு? ജീവനെ കുറിച്ച് ഓർത്തിട്ടാ. അവനെ കാണാതായ നിമിഷം മുതൽ വല്ലാത്തൊരു ടെൻഷനാ. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. ഇന്ന് രാവിലെ ഞാൻ കുറേ നേരം പൂജാമുറിയിലിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ടും ഒരു സമാധാനവും കിട്ടുന്നില്ല ശരവണ. அம்மா அவர் எங்கே போயிருக்குன்னு எனக்கு தெரியாதம்மா. ஆனா ஒரு நிம்மதி இருக்கு. இந்த ரெஜிஸ்ட்ரேஷன் முடிஞ்சதுக்கு அப்புறம் தான் அவர் வரும் இல்லம்மா. ജീവൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും രജിസ്ട്രേഷൻ നേരെ ചൊവ്വേ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. என்னம்மா அந்த வீணை பற்றி நினைச்சிட்டா? அது அம்மாவனு ஹரிசாரன் டீல் பண்ணிடுவம்மா. ഈ വീണയെ കുറിച്ച് ഓർത്തല്ല എന്റെ പേടി, നിത്യയെ കുറിച്ച് ഓർത്താ. അവൾ ഇപ്പോഴും മാനസികമായി തയ്യാറായിട്ടില്ല. ഏറ്റവും വിചിത്രമായ കാര്യം, അവളുടെ മനസ്സിൽ ജീവൻ ഇപ്പോ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ്.